നമുക്ക് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ദൃശ്യം മോഡൽ കൊലപാതകം. യുവതിയെ സുഹൃത്ത് കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തു. കരുനാഗപ്പള്ളി സ്വദേശി 40 വയസ്സുകാരിയായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തും അമ്പലപ്പുഴ സ്വദേശിയുമായ ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. അമ്പലപ്പുഴ കരൂരിൽ പോലീസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വീടിന് സമീപത്ത് കുഴിച്ചിട്ട സ്ഥലത്താണ് പരിശോധന. കഴിഞ്ഞ 13-നാണ് കരുനാഗപ്പള്ളി പോലീസ് സഹോദരിയുടെ പരാതിയിൽ മിസ്സിംഗ് കേസ് എടുത്തത്. വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് സഹോദരി പരാതിപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഈ ദീർഘകാലമായി വിജയലക്ഷ്മിയുടെ സുഹൃത്തായിരുന്നോ ഈ ജയചന്ദ്രൻ? എന്താണ് കൊലപാതകത്തിന് പിന്നിൽ? മറ്റ് വിവരങ്ങൾ, ഇങ്ങനെ വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ കാരണമായത് എന്താണെന്നാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുള്ളത്? വളരെ കൗതുകരമായ കാര്യങ്ങൾ ഉള്ള ഒരു കേസാണ് ഇത് എന്നുള്ളതാണ്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ സ്റ്റൈൽ ഉള്ള ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ പ്രതിയായ ജയചന്ദ്രൻ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് വളരെ അധികം ആലോചിച്ചും ഒപ്പം തന്നെ ഈ കേസ് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുമായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം കിട്ടുന്നത് ഈ വിജയലക്ഷ്മിയുടെ ഫോണാണ്. അന്ന് ഈ ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് കരുനാഗപ്പള്ളി പോലീസിന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വിജയലക്ഷ്മിയുടെ ഫോൺ ആദ്യം ലഭ്യമാകുന്നത് എറണാകുളത്തെ KSRTC ബസ്സിൽ നിന്നും വിജയലക്ഷ്മിയുടെ ഫോൺ ലഭ്യമാകുന്നു. ഈ ഫോൺ ലഭ്യമായ ഘട്ടത്തിൽ ആരും തന്നെ ഈ ഫോണിലേക്ക്, അതായത് ഫോണിന്റെ ഉടമ, സാധാരണ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ നമ്മൾ അതിൽ ആ നമ്പറിലേക്ക് വിളിക്കും. അങ്ങനെ ഒരു വിജയലക്ഷ്മിയുടേതായ ഒരു കോളും ആ എറണാകുളം പോലീസിന്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് വരുന്നില്ല. പിന്നീട് ഈ ഫോൺ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ 13-ാം തീയതി വിജയലക്ഷ്മിയുടെ സഹോദരി കരുനാഗപ്പള്ളി പോലീസിനെ ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസുമായി സമീപിക്കുന്നത്. വിജയലക്ഷ്മി ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അവിടെ മത്സ്യബന്ധനത്തിന് ബോട്ടിൽ തൊഴിലാളിയായി പോയിരുന്ന ആളാണ് ഈ കരൂർ സ്വദേശിയായ ജയൻ. തുടർന്ന് വിജയലക്ഷ്മിയും ജയനുമായി അടുപ്പത്തിലാകുന്നു. രണ്ടുപേരും ഇവരുടെ ആൺ സുഹൃത്തായി മാറുകയും ചെയ്യുന്നു. ഈ കൊലപാതകത്തിലേക്ക് പ്രധാനമായി നയിച്ചു എന്ന് ഇപ്പോൾ ജയൻ നൽകിയിട്ടുള്ള, പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ വ്യക്തമാക്കുന്നത് വിജയലക്ഷ്മിക്ക് ഒന്നിലധികം ആൺ സുഹൃത്തുക്കൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് തന്നിൽ പ്രകോപനമുണ്ടാക്കി എന്നുള്ള കാര്യമാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്താനായി പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്. അതായത് ഇത് ഒരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ്. അതായത് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിനായി കരൂരിലെ വീട്ടിലേക്ക് എത്താനായി ഇയാൾ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ഈ ജയന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല. അവർ മറ്റ് ഇടങ്ങളിൽ വീട്ടുജോലി ചെയ്യുന്ന ഒരാളാണ്, ഹോം നേഴ്സ് ഒക്കെ ആയി പോകുന്ന ഒരാളാണ്. അവർ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. മകനെ മറ്റൊരു വീട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ വിജയലക്ഷ്മി അവിടേക്ക് എത്തുന്നത്. ഇരുവരും ക്ഷേത്രദർശനം മറ്റു കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം രാത്രിയിൽ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു ആൺ സുഹൃത്തിന്റെ ഫോൺ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വരുന്നു. ഇതേ തുടർന്ന് ഉണ്ടായ തർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തിയെന്നുള്ളതാണ്. തൊട്ടടുത്തിരുന്ന പ്ലെയർ എടുത്ത് തലക്കടിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം ആ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന്റെ പിൻഭാഗത്ത് കുഴിച്ചിട്ടതിന് ശേഷം 2 ദിവസത്തിന് ശേഷം വീണ്ടും ഇത് പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയത്താൽ പിന്നീട് അത് കോൺക്രീറ്റ് ചെയ്ത് മൂടി എന്നുള്ളതാണ്. വീട്ടിൽ തന്നെ കരുതിയിരുന്ന കുറച്ച് മെറ്റീരിയലും ചരലും ഒക്കെ ഉപയോഗിച്ച് ആ ഭാഗം ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ അത്ര കട്ടിക്ക് അല്ലെങ്കിൽ അത്രയ്ക്ക് ബലത്തോടെ അല്ല, ദൃഢമായി അല്ല കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗം ഒന്ന് മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കരുനാഗപ്പള്ളി CA ബിജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഓരോ ഘട്ടത്തിലും തെളിവ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ ഈ ജയന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇയാള് ഫോൺ ഉപേക്ഷിക്കാൻ, അതായത് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ഫോൺ ഉപേക്ഷിക്കാനായി എറണാകുളത്തേക്ക് പോകുന്നു. ആ സമയത്ത് കൃത്യമായി തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ഇയാൾ മറ്റ് യാത്ര ചെയ്തതിന് യാതൊരു തെളിവുകളും ഉണ്ടാവാത്ത രീതിയിൽ KSRTC ബസ്സിൽ ഈ ഫോൺ ഉപേക്ഷിച്ച് എറണാകുളത്ത് നിന്ന് തിരികെ വന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും ഈ കൊലപാതകം പുറത്തേക്ക് വരാതിരിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണ സംഘം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതീവ ബുദ്ധിശാലിയാണ്, ഇത്തരത്തിൽ വളരെയധികം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുഴിച്ച് പുറത്തേക്ക് എടുക്കാതെ ഈ കൊലപാതകം നടന്നു എന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ കുഴിച്ച് പുറത്തേക്ക് മൃതദേഹം എടുക്കാതെ സ്ഥിരീകരിക്കാനാവില്ല. കടലിൽ തള്ളിയോ എന്നുള്ള ആശങ്ക ഉൾപ്പെടെ പോലീസിന് ഉണ്ടായിരുന്നു. ബോട്ടിലെ തൊഴിലാളിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ജയൻ പറയുന്ന കാര്യങ്ങൾ അത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. മൃതദേഹം കുഴിച്ച് പുറത്തേക്ക് എടുത്താൽ മാത്രമേ
അത് കഴിയൂ എന്നുള്ള അത്തരത്തിലൊരു കൃത്യമായ ഫൈൻഡിങ്സിലേക്ക് പോലീസിന് പോകാൻ കഴിയൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കരുനാഗപ്പള്ളി CA ബിജു നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കരൂർ വരുന്നത്. അമ്പലപ്പുഴ പോലീസും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തഹസിൽദാർ അടക്കമുള്ള, കാരണം ഭൂമി കുഴിച്ചുള്ള പരിശോധനയാണ്, തഹസിൽദാർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തേണ്ടതുണ്ട്. ഒരുപാട് വെരിഫിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണ് അത്തരം ഒരു കുഴിച്ച ഒരു ഇതിലേക്ക് പോകാൻ പോലീസിന് കഴിയുകയുള്ളൂ. ആ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കും. ഈ 2 പോലീസ് സംഘങ്ങളും ഇവിടേക്ക് എത്തുകയാണ്. രഞ്ജിത്ത്, കരൂരിലാണ്, അമ്പലപ്പുഴ കരൂരിലാണ് ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഈ ദീർഘകാലമായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, തുടർന്നാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത്. ഈ കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് കുഴിച്ചു മൂടുക തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് കൂടുതൽ സന്നാഹങ്ങൾ പരിശോധനയ്ക്ക് പോലീസിന് വേണം. ഈ പ്രദേശത്ത് കുഴിച്ച് പരിശോധിക്കണം. അങ്ങനെ ആലപ്പുഴ പോലീസിന്റെ ഒരു വലിയ സംഘം തന്നെ ഈ സ്ഥലത്തുണ്ടോ? അത് ആലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം 10 മണിയോടുകൂടി അത്തരം നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി. ഇന്നലെ മുതൽ തന്നെ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആലപ്പുഴ പോലീസിലെ ഒരു സംഘം ഇവിടെ മറ്റ് കരുനാഗപ്പള്ളി പോലീസിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവരും ഒരുക്കുന്നുണ്ട്. കാരണം ക്രൈം നടന്നത് അമ്പലപ്പുഴ സ്റ്റേഷൻ ലിമിറ്റിലാണ്. ഇവിടെ കൊണ്ടുവന്നാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം കുഴിച്ചു മൂടിയതും ഇവിടേക്കാണ്. അന്വേഷണ സംഘത്തിന് കരുനാഗപ്പള്ളിയിൽ ഇത് മിസ്സിംഗ് കേസായാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇതൊരു കൊലപാതക കേസിലേക്ക് എത്തുന്നത്. ആ കൊലപാതക കേസിലേക്ക് എത്തിയാൽ തീർച്ചയായും അന്വേഷിക്കേണ്ടത് അമ്പലപ്പുഴ പോലീസാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ പോലീസ് അതിനുവേണ്ടിയുള്ള മറ്റ് ക്രമീകരണങ്ങൾ കുറച്ച് ദിവസങ്ങളായി തന്നെ അവരും അമ്പലപ്പുഴ പോലീസും തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 2 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തി ഇവിടെ മറ്റ് പരിശോധനകൾ, അമ്പലപ്പുഴ പോലീസിലെ പരിശോധനകൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ട്. അത്തരത്തിലൊരു അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ വീടും പരിസരവും. എന്തായാലും ഇവർ കരുനാഗപ്പള്ളി പോലീസ് എത്തുന്നതിനായി അവർ കാത്തു നിൽക്കുകയാണ്. ഈ ജയചന്ദ്രന്റെ പശ്ചാത്തലം എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ ശരണ്യ? ഇവർ തമ്മിലുള്ള ബന്ധം അതേ തരത്തിലായിരുന്നു എന്ന കാര്യവും, ഒപ്പം ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇവരെങ്ങനെ അമ്പലപ്പുഴയിൽ എത്തി എന്ന കാര്യം, വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ എന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പോലീസിലുണ്ടാകുമല്ലോ. ക്രിമിനൽ പശ്ചാത്തലമൊക്കെയുള്ള ആളാണോ ജയചന്ദ്രൻ? ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ കൃത്യത്തിന്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്. പ്രാഥമികമായി എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇവർ തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത് ഈ വിജയലക്ഷ്മി അവിടെയുള്ള മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടുകളൊക്കെ വിജയലക്ഷ്മിക്കുണ്ട്. ഒപ്പം ഈ ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തു നിന്നും മത്സ്യബന്ധനത്തിന് ബോട്ടിൽ പോകുന്ന ആളുകൂടിയാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയത്തിലാകുന്നതും ഒപ്പം തന്നെ ഇവർ തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അത്തരത്തിൽ ധാരാളം പേർക്ക് പണം പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള ആളാണ് വിജയലക്ഷ്മി. അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായി അറിയാം. പിന്നെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഇവർക്ക് മറ്റു ചില ബന്ധങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പത്തിലാകുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്ര ദർശനത്തിൽ എന്ന് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞാണ് അമ്പലപ്പുഴയിലേക്ക് ഇവർ വരുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത് കരുതിക്കൂട്ടിയ ഒരു കൊലപാതകം, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആണോ എന്നതിനെ സംബന്ധിച്ച് ഒരു നിഗമനത്തിലേക്ക് അവർക്ക് എത്തിയിട്ടില്ല. കാരണം ആ സമയത്തുണ്ടായ ഒരു പ്രകോപനത്തിൽ പ്ലെയർ വെച്ച് തലക്കടിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അയാൾ കൊടുത്തിരിക്കുന്ന മൊഴി. അതായത് ഇവര് ക്ഷേത്ര ദർശനത്തിനായി വരുന്നു. ആ സമയത്ത് ജയചന്ദ്രന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല. അവര് മറ്റൊരു സ്ഥലത്ത് ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അവർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. കുട്ടിയും ഉണ്ടായിരുന്നില്ല. കുട്ടിയെ മറ്റൊരു ബന്ധു വീട്ടിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇവർ 2 പേരും അവിടേക്ക് എത്തുന്നു, അവിടെ താമസിക്കുന്നു, ഒരു ദിവസം അവിടെ താമസിക്കുന്നു. തുടർന്ന് രാത്രിയിൽ ഇവർ തമ്മിൽ മറ്റൊരു ആൺസുഹൃത്തിന്റെ ഫോൺ ഇവരുടെ ഫോണിലേക്ക്, അതായത് ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വരുന്നു. അതേ തുടർന്നുണ്ടായ തർക്കം, അതായത് അവർക്ക് കുറച്ചുകൂടി അടുപ്പം മറ്റേ ആൾ വിളിച്ച ആളുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ ഒരു സ്നേഹത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം തർക്കത്തിലേക്ക് പോകുന്നു, അത് പ്രകോപനത്തിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ഉപയോഗിച്ച് അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതൊക്കെ ഈ പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കേസ് മറ്റൊരു മർഡറിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും മൃതദേഹം കണ്ടെത്തേണ്ടതായുണ്ട്. അതാണ് ആദ്യ കടമ്പ. അത്
പോലീസ് ഇയാളെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ശരി ശരണ്യ, നമുക്ക് ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫോൺ ലഭ്യമാകുന്നത് എറണാകുളത്ത് KSRTC ബസ്സിൽ നിന്നാണ്. അതായത് ഈ ബസ് കൊലപാതകം നടത്തിയ ശേഷം ഈ ഫോൺ ഇയാൾ ഉപേക്ഷിക്കുന്നു ബസ്സിൽ. ഇത് KSRTC ബസ്സിൽ വെച്ച് ഫോൺ ലഭിക്കുന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു ദൃശ്യം സിനിമയുമായി ബന്ധപ്പെടുത്താവുന്ന എല്ലാ തരത്തിലുള്ള കൊലപാതക കാര്യങ്ങളും ഈ കേസിലുണ്ട് എന്നതാണ് ഏറ്റവും നിർണായകമായുള്ളത്. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി